നീ എന്തിനാണ് ഇതിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത്? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. പുറത്തിറങ്ങാനുള്ളൊരു മാനസികാവസ്ഥ വേണ്ട ചേച്ചി. ഈ മുറിയിന്നിപ്പോ വെളിയിൽ പോകാനേ തോന്നുന്നില്ല. എപ്പോഴും വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഈ മുറി ഇരിക്കുമ്പോ ദേവി അടുത്തുള്ളതുപോലൊരു തോന്നൽ. നിന്റെ വിഷമം മനസ്സിലാവുന്നടാ. എല്ലാം ശരിയാവൂന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതാ. പക്ഷെ കാര്യങ്ങളൊക്കെ വിഷമത്തിലേക്കാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചേച്ചി? ഡാ, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ കുഴപ്പത്തിലേക്ക് പോവാ. അച്ഛന്റെ കയ്യിലെ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കോ. ഗിരി കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ ഗിരിയുടെ വീട്ടിൽ പോയിരുന്നു അത്രേ. എന്തിന്? എന്റെയും ഗിരിയുടെയും കല്യാണക്കാര്യം പറയാൻ പോയതാ. കല്യാണം അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താന്ന് പറഞ്ഞു. അച്ഛന്റെ കയ്യിലെ കാശ് ഏതാണ്ട് കഴിഞ്ഞ അവസ്ഥയാണെന്നാ ഗിരിക്ക് മനസ്സിലായത്. എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്നടാ. അച്ഛൻ കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. നമ്മളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ അവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം എന്താ? കമ്പനിയുടെ അവകാശമൊക്കെ ബലരാമനങ്ങൾ എടുത്താലും അത്ര പെട്ടെന്നൊരു കുഴപ്പം നമുക്കുണ്ടാവുമോ? അച്ഛൻ കുറെയൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും, തീർച്ചയാ. ഇല്ല നന്ദ, പറയുന്നത് കേട്ടിട്ട് നമ്മൾ കുഴപ്പത്തിലേക്ക് പോവാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തും നിന്നോടല്ല അച്ഛൻ തുറന്നു പറയാറ്. നീ അച്ഛനോട് സംസാരിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ സംസാരിക്കാം ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. കാര്യങ്ങളുടെ ഒരു വ്യക്തത അറിയാം. ചേച്ചി സമാധാനമായിട്ട് വയ്ക്കും. ഒരു കണക്കിന് ദേവിക ഇവിടെ ഇല്ലാത്തത് നന്നായി. പ്രതാപത്തിൽ നിന്നിരുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ താണുപോണത് അവൾക്ക് നേരിട്ട് കാണേണ്ട അവസ്ഥ വന്നില്ലല്ലോ. അവളെക്കുറിച്ച് ഓർക്കുമ്പോ ഹൃദയം പൊടിയോ. പിന്നിപ്പോ പല കാര്യങ്ങളും മനഃപൂർവ്വമായിട്ട് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങ് ജീവിച്ചു പോവുക. ഇപ്പൊ അത്രേ ഉള്ളൂ മനസ്സിൽ. ശരി, അച്ഛനോട് നീ സംസാരിക്കണം. ശരി ചേച്ചി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.